ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരം ഇന്ന് 35-ാം ദിവസത്തിലേക്ക് കടന്നു. ആശാ വർക്കേഴ്സ് നാളെ പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാൻ സർക്കാരിന് നീക്കമുണ്ടെന്നൊക്കെ ചില കേന്ദ്രങ്ങൾ പറയുന്നു. ഉപരോധം പ്രഖ്യാപിച്ച് നാളെ പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാനിന് പരിശീലനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കേഴ്സ് സമരം നടന്ന സ്ഥലത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സുജിത്. എന്തൊക്കെയാണ് നമ്മുടെ ആശാ വർക്കേഴ്സിനെ പറയാനുള്ളത്? ഈ അമ്മമാരവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ രാവിലെ തലസ്ഥാനത്ത് ഇപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. അത് ലഹരിക്കെതിരായ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട വിരമിച്ച എയർഫോഴ്സ് ജീവനക്കാരുടെ ഒരു പരിപാടിയായിരുന്നു. അവിടെ SKNന്റെ ഇന്ന് ആരംഭിക്കുന്ന ജനകീയ യാത്രയ്ക്ക് വലിയ അഭിനന്ദനങ്ങളാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അവരും നമുക്കൊപ്പം ചേരുകയാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ അവർ വലിയൊരു സംഘമായി SKNനൊപ്പം ഈ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അവിടെ നിന്നുമാണ് ഞാനിപ്പോൾ ഈ ആശാ വർക്കർമാരുടെ അതിജീവന സമര പന്തലിലേക്ക് എത്തിയത്. ഇവിടെ അവർ ഇപ്പോൾ നടത്തിവരുന്ന സമരം 35 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ സമരത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പല കോണുകളിൽ നിന്നുള്ള ശ്രമം നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിലേറ്റവും പ്രധാനമായും ഇപ്പോൾ അവരുടെ ഈ സമരം 35-ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ നാളെ ഇവരൊരു സെക്രട്ടേറിയറ്റ് ഉപരോധം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ പരിപാടിയിൽ ഏതാണ്ട് 7000-ത്തിലധികം ആശാ വർക്കർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയായിട്ടാണ് അവരിത് സംഘടിപ്പിക്കുന്നത്. വലിയൊരു പ്രതിഷേധ പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ദിവസം തന്നെ സർക്കാർ ആരോഗ്യവകുപ്പ് നാളെ ആശാ വർക്കർമാർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാന്റെയും പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവയെ സംബന്ധിച്ചുള്ള ഒരു പരിശീലനം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് പ്രോഗ്രാം മാനേജർ മുഖേന നോട്ടീസും നൽകി കഴിഞ്ഞു. വിവിധ സമയക്രമങ്ങളിലായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ആശാ പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ ഹാജർ വിവരം മെഡിക്കൽ ഓഫീസർമാർ പരിശോധിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് നാളെ നിർബന്ധമായും അതിൽ പങ്കെടുത്തേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. എന്നാൽ ഇവർ ആരും തന്നെ ഈ പ്രതിഷേധിച്ചുകൊണ്ട് ആ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ തീരുമാനിച്ചിട്ടുള്ള ഉപരോധ സമരം മുന്നോട്ട് കൊണ്ടുപോകുക, അത് ശക്തമാക്കാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചത്. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം. SKN സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ഇപ്പോൾ ജനങ്ങൾക്കും നിങ്ങൾ മീഡിയാസിന് മനസ്സിലായില്ലേ? ഞങ്ങൾ കൂലി ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറയും സന്നദ്ധ പ്രവർത്തനമെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ നിർബന്ധിതമായിട്ട് ജോലിക്ക് കയറ്റി. ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ എന്തുമാത്രം സമ്മർദ്ദത്തിലാണ് ഈ പണിയെടുക്കുന്നത്. അതെ SKN, ഇവർ വളരെ വലിയ സമ്മർദ്ദത്തിലാണെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും സമരവുമായി ഇവർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സുജിത് സുരേന്ദ്രനാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിൻ്റെ മുന്നിൽ നമുക്കൊപ്പം ചേർന്ന് 35-ാം ദിവസത്തിലേക്ക് ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരം കടന്നു എന്നുള്ളതാണ്.